കഴിഞ്ഞ ഞായറാഴ്ച അതിനു മുമ്പത്തെ ഞായറാഴ്ചയൊക്കെ ദേവാലയത്തിലെ വിഭാഗങ്ങളെക്കുറിച്ച് കുർബാനയെക്കുറിച്ച് കണ്ടു. ഇനി നമ്മൾ കാണുക കുർബാന നമ്മുടെ പള്ളിയിലെ ദേവാലയ ഘടനയെക്കുറിച്ചാണ്. അത് സാധാരണക്കാർ കുറച്ചുകൂടി മനസ്സിലാകാനായിട്ട് നിങ്ങളുടെ കൂടെ സഹായത്തോടു കൂടി നമ്മൾ അത് അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണെന്നറിയോ? മോണ്ടലം അല്ലെങ്കിൽ പോർട്ടിക്കോ എന്ന് പറയും. പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ ചിന്തിക്കും ഏറ്റവും വൈകി വരുന്നവർക്ക് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം, അല്ലെങ്കിൽ പിള്ളേരെ കളിപ്പിക്കാൻ പറ്റിയ സ്ഥലം, അല്ലെങ്കിൽ കാലം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ യുവജനങ്ങൾക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലം എന്ന് ചിന്തിക്കാം. പക്ഷേ ശരിക്കും അങ്ങനെയൊന്നുള്ള അർത്ഥങ്ങളല്ല ഇതിനുള്ളത്. പണ്ട് കാലത്തൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുറച്ച് ആളുകളുണ്ടായിരുന്നു. സഭയ്ക്കെതിരായിട്ട് സംസാരിക്കുകയോ പ്രവർത്തനം ഏർപ്പെടുകയോ ചെയ്യുന്നവരെ സഭാകുറ്റമായി പരിഗണിച്ച് വിചാരണ ചെയ്ത് നിശ്ചിത കാലത്തേക്ക് സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അവർക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലം വാങ്ങി. രണ്ടാമത്, പരസ്യമായി പാപികളെന്ന് മുദ്രകുത്തിയ ആളുകൾക്ക് ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അത്തരം പരസ്യമായ പാപികൾ നിന്നുകൊണ്ട് ബലിയർപ്പണങ്ങളിൽ പങ്കെടുത്ത സ്ഥലമാണിത്. പ്രധാനമായിട്ടും സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് നിൽക്കാനുള്ള സ്ഥലമായിരുന്നു പണ്ടുകാലത്ത്. ഒപ്പം പരസ്യമായ പാപങ്ങൾ ചെയ്തവർക്ക് നിൽക്കാനുള്ള സ്ഥലമായിട്ടാണിത് പരിഗണിച്ചിരുന്നത്. സഭാകുറ്റത്തിന് പേരിലൊക്കെ പുറത്താക്കപ്പെട്ടവർ നിശ്ചിത കാലഘട്ടം അതിന് സഭയുടെ പുറത്തായതിനു ശേഷം പ്രത്യേക പ്രാർത്ഥനകളും മറ്റുമൊക്കെ ചൊല്ലി സഭയുടെ പ്രതിനിധിയായ പുരോഹിതൻ അവരെ ആനവാതിലൂടെ ദേവാലയത്തിലേക്ക് കയറ്റുമായിരുന്നു. അങ്ങനെ ആ വ്യക്തികൾ വീണ്ടും ഐക്യത്തിൽ ഒന്നാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ പ്രധാനമായിട്ട് ഈ പോർട്ടിക്കോയിൽ നിൽക്കുക ഒന്ന് നമ്മൾ മാമോദിസായ്ക്കാണ്. മാമോദിസായുടെ സമയത്ത് കുട്ടികളാണെങ്കിൽ അവരെയും വഹിച്ചുകൊണ്ട് ജ്ഞാനസ്ഥാന മാതാപിതാക്കളോട് മാമോദിസായുടെ കാർമ്മികൻ പാപവും പാപമാർഗങ്ങൾ ഉപേക്ഷിക്കുന്നുവോ, പിശാചിൻ്റെ അടിമത്തം ഉപേക്ഷിക്കുന്നുവോ എന്ന് ചോദിച്ച് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുള്ള ഉത്തരം അവർ പറയുകയും ചെയ്യുമ്പോൾ സഭയുടെ പ്രതിനിധിയായ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ വൈദികൻ മാമോദിസാത്തിയുടെ നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ എല്ലാ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ച് ആഘോഷകരമായി നമ്മൾ ഇടവക ദേവാലയത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകാറുണ്ട് ഓരോ മാമോദിസായുടെ സമയത്ത്. പിന്നെ പ്രധാനമായിട്ടും മാമോദിസയ്ക്ക് മാത്രമാണ് ഇസ്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വിവാഹത്തിൻ്റെ അവസരത്തിൽ സമർപ്പണം കൊണ്ട് കയറി വരാനും ഉപയോഗിക്കാറ്. പ്രത്യേകിച്ച് അന്ന് കാലത്തുണ്ടായിരുന്ന ശൈലി എന്ന് പറയുന്നതും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയും അതിനുവേണ്ടിയായിരുന്നു. അതോടൊപ്പം തന്നെ ചില പാരമ്പര്യങ്ങളുടെ ഭാഗമായിട്ടോ നമ്മുടെ കടന്നു വന്ന ഒരു വിശ്വാസമാണ്, ഒരു കൊച്ചുണ്ടായിക്കഴിഞ്ഞാൽ മാമോദിസ കഴിഞ്ഞ ശേഷം മാത്രമേ കൊച്ചും അമ്മയൊക്കെ ദേവാലയത്തിൽ പ്രവേശിക്കാൻ പറ്റൂ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്കൊക്കെ മുമ്പ്. ഇന്ന് അതിനൊന്നും യാതൊരുവിധ പ്രസക്തിയുമില്ല. കാരണം ആത്മീയമായ കാര്യങ്ങൾക്കാണ് ക്രൈസ്തവ സഭയിൽ പ്രാധാന്യമുള്ളത്, ഭൗതികമായ കാര്യങ്ങൾക്ക് അല്ല. അതുകൊണ്ട് നമുക്ക് ആത്മീയമായ വിശുദ്ധിയോടെ ഈ വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ടൊക്കെ ഒരുങ്ങാം. പിന്നെ ഞാൻ പറയുന്നത് ഇതിന് ശേഷം ദേവാലയത്തിലെ ഓരോ ഭാഗങ്ങൾ നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അതെല്ലാം പാലക്കാട് രൂപതയുടെ ഒരു പശ്ചാത്തലത്തിൽ വേണം കാണാനും മനസ്സിലാക്കാനും. നമുക്ക് ഉള്ളിലേക്ക് പോകും. നമ്മൾ മുന്നിൽ വെച്ചത് പോർട്ടിക്കോ അല്ലെങ്കിൽ മോണ്ടലം എന്താണെന്നും അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്നും കണ്ടു. അതിനുശേഷം പള്ളിക്കുള്ളിലേക്കായിരുന്നു. പള്ളി ഇടതുവശം വലതുവശം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ജനത്തെ നോക്കി നിൽക്കുന്ന വൈദികനെ നോക്കിക്കുന്ന വലതുവശം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ വലതുവശവും ഇടതുവശം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഇടതുവശവുമാണ് നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ പരിഗണിക്കുക. ആ ചിന്തയിൽ വേണം കരുതാനായിട്ട്. നമ്മൾ പള്ളി കയറി വന്നു കഴിയുമ്പോൾ ഇടതുവശത്തുള്ളതാണ് നമ്മുടെ മാമോദിസ തൊട്ടി, നടുക്കുള്ള ബലിപീഠം, അൽത്താര, വലതുവശത്ത് അങ്ങേ അറ്റത്ത് നമുക്കുണ്ടാകും തിരുശേഷു വയ്ക്കാനുള്ള സ്ഥലം ആണുള്ളത്. ഓരോ വ്യക്തിയുടെയും ജീവിതം ദേവാലയം കടന്നു വന്ന് മാമോദിസ തൊട്ടിയിലൂടെ മാമോദിസ സ്വീകരിച്ച അംഗമായി ബലിവേദിയിൽ നിന്ന് തിരുശുദ്ധങ്ങൾ സ്വീകരിച്ച് മരിച്ച് ഒരു വിശുദ്ധനായി മാറണമെന്നുള്ള പൊതുവായിട്ടുള്ള കൺസെപ്റ്റ്. അതനുസരിച്ചാണ് ദേവാലയത്തെ മൊത്തം ഘടന ഉണ്ടായിരിക്കുക. ഇവിടെ നോക്കുമ്പോൾ ഇടതുവശത്ത് നമ്മൾ മാമോദിസ തൊട്ടി നമ്മൾ കണ്ടു. ഈ മാമോദിസ തൊട്ടി എന്നുള്ള ഈശോയുടെ ജ്ഞാനസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണ്. ഓരോ വ്യക്തിയും ഇതിലൂടെയാണ് സഭയിലെ അംഗമായിട്ട് മാറുന്നത്. ഉള്ളിലേക്ക് വന്നാൽ കാണാൻ ഇതിലൊരു ചെറിയൊരു തുളയുണ്ട്. സാധാരണഗതിയിലുള്ള മാമോദിസയൊക്കെ ഉപയോഗിക്കുക ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവുമായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന വ്യക്തി മാമോദിസ മുക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യമാണ് തലയിൽ കുരിശാകൃതിയിൽ വെള്ളം ഒഴിക്കുക. നമ്മൾ ഒഴിക്കുന്ന ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അല്പം വെള്ളം
ഇതിലൂടെ ഒഴുകി, ഇതിപ്പോൾ നമ്മൾ ടൈലൊക്കെ ആയതുകൊണ്ട് ഇതിനടിയിൽ തന്നെ കിടന്നുകൊള്ളും. സാധാരണ ഇത് ചവിട്ടാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഒന്നിലിത് അടിയിൽ കിടന്നുകൊള്ളും. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ ഡയറക്റ്റ് തറയുടെ അടിയിലേക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന ശൈലിയൊക്കെ ഉണ്ടായിരുന്നു. നമുക്കതൊന്നുമില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. ആ വെള്ളം ഇതിനടിയിൽ തന്നെ കിടക്കുന്ന സംവിധാനം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ ഇടതുവശത്ത് മാമോദിസ തൊട്ടി. ഇതിലൂടെ ഓരോ വ്യക്തിയും മാമോദിസ സ്വീകരിച്ച് സഭയിലെ അംഗമായിട്ട് മാറുന്നു. നമ്മൾ ആനവാതിലൂടെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ഇടതുവശത്തുള്ള മാമോദിസ തൊട്ടി എന്താണെന്ന് കണ്ടു, എന്താണ് പ്രത്യേകത മനസ്സിലാക്കി. അതിനുശേഷം നിങ്ങളൊക്കെ നിൽക്കുന്ന ഈ സ്ഥലം, ദൈവജനമൊക്കെ ആരാധന അർപ്പിക്കുന്ന സമയത്ത് നിൽക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ഹൈക്കലം. അത് ഭൂമിയുടെ പ്രതീകമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഭൂമിയുടെ പ്രതീകമാണ്. പ്രത്യേകിച്ച് സമരസഭയിലെ അംഗങ്ങളാണ്. ഈ ഭൂമിയിൽ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണമെന്ന വലിയ ആഗ്രഹത്തോടെ കൽപ്പനകൾ അനുസരിച്ച് ദൈവസ്നേഹത്തെ പ്രതി ഏറ്റവും നന്നായി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുമാണ് ഇവിടെ ഉണ്ടാകുക. ഇത് ഭൂമിയുടെ പ്രതീകമാണ്. ഒപ്പം തന്നെ ദൈവത്തെ ആരാധിക്കാൻ വന്ന ജനതയുടെ പ്രതീകം കൂടിയാണ്. ഭൂമിയിലായിരുന്നു കൊണ്ട് ഈ ദൈവജനമെല്ലാം ഒരുമിച്ച് ദൈവത്തിൻ്റെ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നു. നമ്മുടെ ഈ ദേവാലയത്തിൽ കൃത്യമായിട്ട് ഗായക സംഘം നിൽക്കാനൊരു സ്ഥലമില്ല. അല്ലെങ്കിൽ ഹൈക്കലയിൽ നിന്ന് ഒരു പടി കൂടി മുകളിലേക്ക് കയറിയുള്ള സ്ഥലമാണ് ഗായക സംഘം നിൽക്കുക. അത് കെസ്ട്രോമ എന്നാണ് പറയുക. എന്നാൽ അവിടെയുള്ള ഗായക സംഘം സ്വർഗത്തിൽ എല്ലാ സമയവും സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മാലാഖമാരുടെ പ്രതീകമാണ് നമ്മുടെ ഗായക സംഘവും അൽത്താര ശുശ്രൂഷയുള്ളവരൊക്കെ അതിൻ്റെ പ്രതീകമായിട്ട്. പ്രധാനമായിട്ടും ഗായക സംഘം അതിൻ്റെ പ്രതീകമായിട്ട് വരുമ്പോൾ ഇന്ന് അൽത്താര ശുശ്രൂഷകളെയും അവിടെ പ്രതീകമായിട്ട് തന്നെയാണ് കാണുക. അതുകൊണ്ട് തന്നെ ഗായക സംഘത്തിലുള്ളവരും ഒപ്പം തന്നെ അൽത്താര ശുശ്രൂഷകളിലൊക്കെ ഏറ്റവും മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാകണം. കാരണം അവർ ദൈവജനം കാണുന്നത് മാലാഖമാരെ പോലെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തേക്ക് വന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് വേണം നമ്മുടെ തിരുസഭയിൽ, നമ്മുടെ കുർബാനയ്ക്കാണെങ്കിലും മറ്റ് കൂതാശകൾക്കാണെങ്കിലും ഗാനങ്ങൾ ആലപിക്കാൻ, അൽത്താരി ഒരുക്കാൻ, ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ ഏർപ്പെടാനൊക്കെ. അതുകൊണ്ട് കുറച്ച് ഭക്തിയുള്ളവരായിട്ട് മാറണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഗായക സംഘത്തിലുള്ളവരും ഒപ്പം തന്നെ അൽത്താര ശുശ്രൂഷകളിലൊക്കെ ഏറ്റവും മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാകണം. കാരണം അവർ ദൈവജനം കാണുന്നത് മാലാഖമാരെ പോലെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തേക്ക് വന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് വേണം നമ്മുടെ തിരുസഭയിൽ, നമ്മുടെ കുർബാനയ്ക്കാണെങ്കിലും മറ്റ് കൂതാശകൾക്കാണെങ്കിലും ഗാനങ്ങൾ ആലപിക്കാൻ, അൽത്താരി ഒരുക്കാൻ, ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ ഏർപ്പെടാനൊക്കെ. അതുകൊണ്ട് കുറച്ച് ഭക്തിയുള്ളവരായിട്ട് മാറണമെന്നാണ്. നമ്മുടെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലമുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ബേമ അല്ലെങ്കിൽ വചനവേദി എന്നാണ് പറയുന്നത്. വിശുദ്ധ കുർബാനയിൽ 2 കാര്യങ്ങളാണ് മുറിക്കപ്പെടുന്നത്. ഒന്നാമത്തത് വചനം മുറിക്കപ്പെടുന്ന സ്ഥലമായ ഈ മേശയെ വചനവേദി അല്ലെങ്കിൽ ബേമ എന്ന് പറയുന്നു. രണ്ടാമത് നമ്മുടെ പുറകിലുള്ള അൽത്താര. അൽത്താരയിൽ വെച്ചാണ് അപ്പം മുറിക്കപ്പെടുന്നത്. ആ അപ്പം മുറിക്കപ്പെടുന്ന സ്ഥലമായി അത് അൽത്താര എന്നും വചനം മുറിക്കപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് ഇതിനെ ബേമ എന്നും പറയുന്നു. നമ്മുടെ ദേവാലയങ്ങളിൽ ആഘോഷകരമായ ദിവസങ്ങളിലൊക്കെ 4 വായനകളാണ് ഉണ്ടാകാറുള്ളത്. 2 വായനകൾ പഴയ നിയമത്തിൽ നിന്നും 2 വായനകൾ പുതിയ നിയമത്തിൽ നിന്നും. പഴയ നിയമത്തിലെ ആദ്യ 5 പുസ്തകങ്ങളിൽ നിന്ന്, പഞ്ചഗ്രന്ഥികളിൽ നിന്ന് ഒരു വായന. രണ്ടാമത്തത് പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നൊരു വായന. സാധാരണഗതിയിൽ എല്ലാ ദേവാലയങ്ങളിലും ഇതുപോലുള്ള 2 ഉപപീഠങ്ങൾ 2 സ്ഥലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇടതുവശത്തുള്ള പീഠത്തിൽ വെച്ചുകൊണ്ടാണ് പഴയ നിയമ വായനകൾ വായിക്കുക. പഞ്ചഗ്രന്ഥിയിൽ നിന്നുള്ള വായനയും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലുള്ള വായനയും വായിക്കുന്നത് ഇടതുവശത്ത് ക്രമീകരിച്ചുള്ള പീഠത്തിൽ വെച്ചുകൊണ്ടാണ്. വലതുവശത്ത് നമ്മൾ കാണുന്ന ഈ പീഠത്തിൽ വെച്ചുകൊണ്ടാണ് ലേഖനം വായിക്കുക. പഴയ നിയമം വായിക്കുമ്പോൾ നമ്മൾ തിരികളൊന്നും പിടിക്കാറില്ല. തിരികൾ നമ്മുടെ ഇവിടെ തന്നെ ബേമയിൽ തന്നെയാണ് ഉണ്ടാകുക. ലേഖനം വായിക്കുമ്പോൾ ഒരു തിരി ലേഖനം വായിക്കുന്ന ആളുടെ അടുത്ത് പോയി പിടിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ആഘോഷമായ കുർബാനകളൊക്കെ സുവിശേഷം എടുത്തുകൊണ്ട് പ്രദക്ഷിണമായി താഴേക്ക് വരുമ്പോൾ നമ്മൾ 2 തിരികളും പിടിക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ അപ്പുറം ഇവിടെയൊക്കെ 2 സ്ഥലങ്ങളിലും രൂപക്കൂടുകൾ കാണുന്നുണ്ട്. ഈ വലതുവശത്ത് ആരുടെ രൂപമാണ് സാധാരണഗതിയിൽ പള്ളി പ്രതിഷ്ഠിക്കുക? സംശയം വരിക സ്വാഭാവികമായ കാര്യമാണ്. നമ്മുടെ ഇടവക ദേവാലയത്തിലും വലതുവശത്ത്, എല്ലാ ഇടവക ദേവാലയങ്ങളുടെയും വലതുവശത്തുണ്ടാകുക ആ ഇടവക ദേവാലയത്തിന്റെ മധ്യസ്ഥ അല്ലെങ്കിൽ മധ്യസ്ഥനായ വിശുദ്ധന്റെയോ വിശുദ്ധയുടെയോ തിരുസ്വരൂപമായിരിക്കും ഇടവക ദേവാലയത്തിന്റെ വലതുവശത്തുള്ള രൂപക്കൂട്ടുണ്ടാകുക. ഇടതുവശത്ത് സ്വാഭാവികമായിട്ടും മാതാവിന്റെ നാമധേയത്തിലുള്ള പള്ളികളാണെങ്കിൽ വലതുവശത്ത് മാതാവിന്റെ തിരുസ്വരൂപവും ഇടതുവശത്ത് യൗസപിതാവിന്റെ തിരുസ്വരൂപമായിരിക്കും ഉണ്ടാകുക. മറ്റു വിശുദ്ധന്മാരുടെ നാമധേയത്തിലുള്ള പള്ളികളാണെങ്കിൽ വലതുവശത്ത് ഏത് വിശുദ്ധയുടെയോ വിശുദ്ധന്റെയോ നാമധേയത്തിലാണോ ആ വിശുദ്ധന്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ ഒരു തിരുസ്വരൂപവും, ഇടതുവശത്ത്
പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപമായിരിക്കും എല്ലാ ഇടവ ദേവാലയങ്ങളിലും ഉണ്ടാകുക. നമ്മൾ ഈ ബേമയിൽ നിന്ന് അല്ലെങ്കിൽ സ്ട്രോമയിൽ നിന്ന് 3 പടി കയറിയാണ് നമ്മൾ അൾത്താരയിലേക്ക് എത്തുക. ഗാവുൽത്തായിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള യാത്രയെ സൂചിപ്പിക്കുന്നതാണ് ഈ 3 പടികൾ. ദുഹ എന്ന് പറയുന്ന സ്ഥലം ഇത് അതിവിശുദ്ധ സ്ഥലമാണ്. ഭൂമിയിലെ സ്വർഗത്തിന്റെ പ്രതീകമാണ്. നിങ്ങൾ മലങ്കര ദേവാലയത്തിലോ പോകുമ്പോൾ ഒരുപക്ഷെ ചില സ്ഥലങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ടാകും. ഈ ഈ ടേബിളിന് പറയുന്ന പേരെന്താണ്? ബലിപീഠം, അൾത്താര. ഇത് അൾത്താര മേശ എന്ന് പറയുന്നത് അൾത്താരയാണ്. പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് മലങ്കര സഭയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ചുറ്റുപാടും 4 വശവും തുണിയിട്ട് മറച്ചിട്ടുണ്ടാകും. ഈ അൾത്താര എന്ന് പറയുന്നത് ഈശോയുടെ ശൂന്യമായ കല്ലറയുടെ പ്രതീകമാണ്. അതിലുള്ള ഒന്നുമില്ല, ശൂന്യമാണ് എന്ന് കാണിക്കാനും പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഇല്ല എന്ന് പ്രതിപാദിക്കാനൊക്കെയാണ് മൊത്തമായിട്ട് മറച്ചിടുന്ന സാഹചര്യമുള്ളത്. നമുക്കിവിടെ അന്ത്യത്താഴത്തിന്റെ പിക്ചറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പൊതുവായിട്ട് അങ്ങനെ ഉണ്ടാകും. ഇതാണ് അൾത്താര ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇത് മദ്ബഹയാണ്, അത് വിശുദ്ധ സ്ഥലമെന്ന് നമ്മൾ പറയും. അത് സ്വർഗത്തിന്റെ പ്രതീകമാണ്. ഒപ്പം തന്നെ ഒരു പ്രതീകം കൂടി പറയുകയാണെങ്കിൽ ഈശോയെ സംസ്കരിച്ച തോട്ടത്തിന്റെ പ്രതീകമാണ്. ആ തോട്ടമാണ് ഇത്രയും സ്ഥലം. അതിലെ ശൂന്യമായി ആരെയും സംസ്കരിക്കാത്തൊരു കല്ലറയുണ്ടായിരുന്നു നമ്മൾ കാണുന്നുണ്ട്. ആ കല്ലറയുടെ പ്രതീകമാണ്, ശൂന്യമായ കല്ലറയുടെ പ്രതീകമാണ് ഈ അൾത്താര. 2 വശത്ത് ഉപപീഠങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഒരു ഉപപീഠം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അടുത്തൊരു ഉപപീഠം അവിടെ കാണാനായിട്ട് സാധിക്കും. ഒന്നിൽ കൂടുതൽ അച്ഛന്മാര് ഉണ്ടെങ്കിൽ വലതുവശത്തെ ഈ ഉപപീഠത്തിന്മേൽ നമ്മൾ വെക്കുന്നത് കാസയായിരിക്കും, വീഞ്ഞായിരിക്കും. കാസ ഒരുക്കുന്നത് വലതുവശത്ത് വെച്ചും ഇടതുവശത്ത് ഉപപീഠത്തിന്മേൽ വെച്ചായിരിക്കും നമ്മുടെ അപ്പം ഒരുക്കുന്നത്. ഒരച്ഛൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അച്ഛൻ തന്നെ എല്ലാ കാര്യവും ചെയ്യുന്നത് കൊണ്ട് വലതുവശത്തെ ഉപപീഠത്തിൽ, ഇതിന് പറയുന്ന പേരെന്താ അറിയാമോ? ബേസ്കസ എന്നാണ് പറയുക. അത് നിധി സൂക്ഷിക്കുന്ന സ്ഥലം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇവിടെയാണ് നമ്മൾ കുർബാനയ്ക്ക് ഒരുക്കമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്. അതിനുശേഷം ഇവിടുന്ന് ഒരുക്കി പ്രദക്ഷിണമായി നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളത് സക്രാരിയാണ്. നമ്മുടെയൊക്കെ ഇടവ ദേവാലയത്തിൽ, ഒരുപക്ഷെ പാലക്കാട് രൂപതയിൽ ഒരുവിധമുള്ള എല്ലാ ഇടവ ദേവാലയങ്ങളിലും നടുക്ക് തന്നെയാണ് സക്രാരി ഉള്ളത്. സക്രാരി വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. ഇവിടെ പെട്ടെന്ന് നോക്കുമ്പോൾ കുറേ ലൈറ്റുകൾ കാണാം. ഈ ലൈറ്റ് ഇപ്പോൾ നമ്മൾ എല്ലാ ലൈറ്റും ഇട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും കത്തി നിൽക്കുന്ന 2 ലൈറ്റുകൾ ഈ ഒരു ലൈറ്റും ആ ഒരു ലൈറ്റുമാണ്. അത് കെടാ വിളക്കെന്ന് പറയും. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, നിതാന്തമായ നിരന്തരമായ സാന്നിധ്യം ഇവിടെയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെടാ വിളക്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ വീണ്ടും ഈ അൾത്താരയിലേക്ക് വരുമ്പോൾ സുവിശേഷ ഗ്രന്ഥം, നമ്മൾ കാണുന്ന ഈ സുവിശേഷ ഗ്രന്ഥം വെക്കാറുള്ളത് വലതുവശത്താണ്. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഇടതുവശത്താണോ എന്ന് തോന്നും. അങ്ങനെയല്ല, അങ്ങോട്ട് അഭിമുഖമായി നിൽക്കുമ്പോൾ വലതുവശത്താണ് നമ്മുടെ സുവിശേഷ ഗ്രന്ഥം വെച്ചിട്ടുള്ളത്. നമ്മുടെ ഇടവക ദേവാലയത്തിന് നടുക്ക് ഭാഗത്ത് തൂങ്ങപ്പെട്ട ഈശോയുടെ ക്രൂശിത രൂപമാണ് വെച്ചിട്ടുള്ളത്. ചില ദേവാലയങ്ങളിൽ നമ്മളത് കാണുക മാർത്തോമ കുരിശായിരിക്കും. 2 കുരിശാണെങ്കിലും അതിനാൽ തന്നെ തെറ്റുകളൊന്നുമില്ല. കൂടുതലും അതാത് സ്ഥലത്തിൻ്റെ ശൈലി അനുസരിച്ചായിരിക്കും അത് ക്രമീകരിച്ചിട്ടുണ്ടാകുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചില ദേവാലയങ്ങളിൽ, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അൾത്താരയുടെ മുമ്പിൽ ഒരു വിരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മത്ബഹ വിരി എന്ന പേരിലാണ് അത് അറിയപ്പെടുക. ആ വിരി എന്നുള്ളത് അൾത്താരയ്ക്കും ഗായക സംഘത്തിനും ഇടയ്ക്കുള്ള ഒരു വലിയ വിരിയാണ്. അത് നമ്മൾ പറഞ്ഞു, സ്വർഗത്തിന്റെ പ്രതീകമാണ് അൾത്താര, അത് വിശുദ്ധ സ്ഥലമാണ് അൾത്താര. അതിൻ്റെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ആ മദ്ബഹ വിരി ഇട്ടിട്ടുള്ളത്. കുർബാനയുടെ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ സർവാധിപന എന്ന ഗാനം ആലപിക്കുന്ന ആ സമയത്താണ് മദ്ബഹ വിരി തുറക്കുക. ഈ വിരി 2ആയി നടക്ക് എപ്പോഴും കീറിയിട്ടുള്ള വിരിയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. അത് ഈശോ മരിച്ച സമയത്ത് ജെറുസലേം ദേവാലയത്തിന്റെ തിരശ്ശീല നടുവേ കീറിപ്പോയതിന്റെ ഒരു പ്രതീകമായിട്ടാണ് പ്രധാനമായിട്ടും അവതരിപ്പിക്കപ്പെടുക. അതോടൊപ്പം അനുബന്ധമായ പല പ്രതീകങ്ങളും അതിനോട് നമ്മൾ ചേർത്ത് വായിക്കാറുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് സമയങ്ങളായിട്ട് ദേവാലയ ഘടനയെക്കുറിച്ചൊക്കെ പരിചയപ്പെടുകയായിരുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇനി കാണാൻ പോകുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പാലക്കാട് രൂപതയുടെ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞൊരു കാര്യങ്ങളാണ്. നമ്മുടെ ഈ ദേവാലയത്തിൽ മദ്ബഹ വിരി ഇല്ല. മദ്ബഹ വിരി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഓരോ രൂപതയിലെയും മെത്രാന്മാർക്കാണുള്ളത്. ആ മെത്രാന്മാരാണ് ആ തീരുമാനം എടുക്കുന്നത്, മദ്ബഹ വിരി വേണോ വേണ്ടയോ എന്നുള്ളത്. നമ്മുടെ പാലക്കാട് രൂപതയിൽ അത് വേണ്ട എന്നുള്ള പൊതുവായ തീരുമാനമായതുകൊണ്ട് തന്നെയാണ് നമുക്കതില്ലാത്തത് കൊണ്ട്, അത് ഉള്ളത് കൊണ്ട് എല്ലാം ശരിയാണെന്നോ അതില്ലാത്തത് കൊണ്ടെല്ലാം തെറ്റാണെന്നോ
അങ്ങനെ ഒന്ന് കൂടുതലാണെന്നോ കുറവാണെന്നോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനസ്സിന്റെ ഐക്യവും അതോടൊപ്പമുള്ള ആത്മീയമായ ഒരുക്കവുമാണ് ഓരോ കുർബാനയും കൂടുതൽ ഭക്തിസാന്ദ്രവും അനുഭവപ്രദവുമാക്കി മാറ്റുന്നത്. നമ്മൾ ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും കാണാനായിട്ട് ശ്രമിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ച് വളരെ പരിമിതമായ സമയം കൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചുറ്റും കുരിശിന്റെ വഴിയുണ്ട്, നമുക്ക് ഇവിടെ വേറെ അൾത്താരകളില്ല, കുറെ വാതിലുകളുണ്ട്, ആനവാതിലുണ്ട്, പുറകെ നമുക്ക് സങ്കീർത്തിയുണ്ട്, വൈദികരും ശുശ്രൂഷകളും ഒക്കെ ഒരുങ്ങി വരുന്ന സ്ഥലമാണ്. തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഭൗതികമായി തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് വൈദികനും ശുശ്രൂഷകളൊക്കെ സങ്കീർത്തിൽ നിന്ന് വരുന്നു. നമ്മുടെ ഈ ദേവാലയത്തിന്റെ വിവിധ വാതിലിൽ കൂടെ പ്രതീകാത്മകമായ എല്ലാ തിരുവസ്ത്രങ്ങളും അണിഞ്ഞ് നിങ്ങൾ എല്ലാവരും വന്ന് നമ്മൾ ഒരുമിച്ച് വിശുദ്ധ ബലി അർപ്പിക്കുന്നു എന്നുള്ളതാണ് ദൈവശാസ്ത്രപരമായ ഒരു സത്യവും ഒരു വസ്തുതയും. ഏകദേശം ഒരു പരിധിവരെയുള്ള എല്ലാ കാര്യങ്ങളും കടന്നു പോയിട്ടുണ്ട്. എപ്പോഴും നമ്മൾക്ക് പല ചിന്തകളുള്ളവരുണ്ടാകാം, പല കാഴ്ചപ്പാടുകളുള്ളവരുണ്ടാകാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ മുഴുവനായിട്ടും പാലക്കാട് രൂപതയുടെ ചിന്തയുടെ രീതി അനുസരിച്ച് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കണം എന്നൊരു അപേക്ഷ കൂടി നിങ്ങൾ എല്ലാവരോടും ഉണ്ട്.